സുലേഖ ഇപ്പോൾ അവയവങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും അതേപോലെ തന്നെ SITയിലും ശ്രീചിത്രയിലും എത്തിയെന്ന് എന്നറിയുവാൻ സാധിക്കുന്നു. സുലേഖ ഇപ്പോൾ ശ്രീചിത്ര ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ ഇപ്പോൾ അവയവമാറ്റ ശസ്ത്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് വിവരങ്ങൾ? സിന്ദൂരി, എന്തായാലും അവയവമാറ്റ ശസ്ത്രക്രിയകൾ 3 ആശുപത്രികളിലും ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈകിട്ട് 7 മണിയോട് ഏതാണ്ട് 7 മണിയോട് പുറപ്പെട്ടതാണ് കൊച്ചിയിൽ നിന്ന് ആംബുലൻസ്. അമൃത ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടതാണ്. ഇത്തരത്തിൽ അല്പസമയം മുൻപ് 10:30 കൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. 3 മണിക്കൂർ ദൈർഘ്യമാണ് ആംബുലൻസ് സഞ്ചരിക്കാൻ എടുത്തത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും പോലീസിന്റെയും സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. ഇതിൽ പൊതുജനങ്ങളടക്കം പങ്കാളികളായി എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എന്തായാലും വലിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഒരു 10 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞ് അവയവദാതാവാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ചരിത്രം കുറിക്കുകയാണ് ഈ 10 മാസം മാത്രം പ്രായമായുള്ള പെൺകുഞ്ഞ്. അതിന് കേരളം സാക്ഷിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കരൾ, വൃക്ക, അതിനൊപ്പം തന്നെ ഹൃദയവാൽവ്, നേത്രപടലം എന്നിവയാണ് ഇത്തരത്തിൽ ദാനം ചെയ്യുന്നത്. ലോകത്തോട് അലിൻ ഷെറിൻ എബ്രഹാം വിട പറയുമ്പോൾ 5 പേർക്ക് ആണ് ഇത്തരത്തിൽ പുതുജീവൻ നൽകിയാണ് ഇത്തരത്തിൽ അലിൻ ഈ ലോകത്തോട് വിട പറയുന്നത്. എന്തായാലും കേരളം ഒരു ചരിത്രം കുറിക്കുന്നു. അത് അലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന 10 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിലൂടെയാണ് ആ ചരിത്രം കുറിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസും ഒപ്പം സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. അതിൽ പൊതുജനങ്ങളും പങ്കാളികളായി എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നേരത്തെ സംസാരിച്ച ആംബുലൻസ് ഡ്രൈവർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവരടക്കം പറഞ്ഞത് ഇത്തരത്തിൽ പൊതുജനങ്ങളടക്കം ഈ ബ്ലോക്കുകളൊന്നും ഉണ്ടാകാതെ റോഡുകൾ ഒഴിഞ്ഞിട്ടു തന്നു, സുഗമമായ യാത്രയ്ക്ക് ഒഴിഞ്ഞിട്ട് തന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആംബുലൻസ് ഡ്രൈവർ അടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ സുഗമമായ ഒരു യാത്ര അത് ഈ അവയവം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശ്രീചിത്ര ആശുപത്രിയിലും അതിനൊപ്പം തന്നെ SIT ആശുപത്രിയിലും ഒപ്പം കിംസ് ആശുപത്രിയിലും ശസ്ത്രക്രിയാ നടപടികൾ അത് പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ഈ അവയവം വഹിച്ചുകൊണ്ടുള്ള യാത്ര ആംബുലൻസ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ നടപടികൾ ആശുപത്രിയിൽ ആരംഭിച്ചു. ശസ്ത്രക്രിയക്ക് മുൻപേയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. ആ പരിശോധനകളൊക്കെ തന്നെയും ആ സമയത്ത് പൂർത്തീകരിച്ചിരുന്നു. കേസോട്ട വഴി ഇത്തരത്തിൽ അവയവ മാറ്റത്തിന് തയ്യാറാണ് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയ ഉടൻ തന്നെ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ നടപടികൾ 3 ആശുപത്രികളിലും ആരംഭിച്ചിരുന്നു. എന്തായാലും അത്തരത്തിൽ തന്നെ ശസ്ത്രക്രിയാ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഒരു 7 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ശസ്ത്രക്രിയയുടെ മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. കിംസ് ആശുപത്രിയിൽ കരളാണ് ദാനം ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ SITയിലും ശ്രീചിത്രയിലുമായി ഹൃദയവാൽവും ഒപ്പം വൃക്കയുമാണ് ദാനം ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേർക്ക് പുതുജീവൻ നൽകിയാണ് ഈ 10 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞ് അലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന പെൺകുഞ്ഞ് ലോകത്തിനോട് വിട പറയുന്നത്. അതൊരു ചരിത്രമാകുന്നു. 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി ചരിത്രമാകുന്നു, ലോകത്തിന് തന്നെ മാതൃകയാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ അവയവദാനത്തിന് തയ്യാറായ മാതാപിതാക്കളെ തന്നെയാണ് നമുക്കിതിൽ പ്രശംസിക്കേണ്ടി വരുന്നത്. എന്തായാലും നാടൊന്നാകെ ഇത്തരത്തിൽ ഈ ഒരു ദൗത്യത്തിന് പങ്കാളികളായി എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാതാപിതാക്കളുടെ നിശ്ചയദാർഢ്യം അതിനൊപ്പം തന്നെ മനക്കരുത്ത് എന്ന് പറയുന്നത് അത് പ്രശംസനീയമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 10 മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ അവയവങ്ങളാണ് ഇത്തരത്തിൽ 5 പേരിലേക്ക് എത്തുന്നത്. 5 പേർക്കാണ് പൊതുജീവൻ നൽകി അലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന കുട്ടി ലോകത്തിനോട് വിട പറയുന്നത്. സിന്ധൂരി.